നോക്കിയിട്ട് പറയാം. നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് വെഡ്ജ് ഫ്രിക്ഷനാണ്. ഈ ഫിഗർ നോക്കി, ഈ ഫിഗറിൽ ഒരു വെയിറ്റ് ഈ ഒരു ബോഡിയിലേക്ക്, ഇതിലേക്കൊരു വെയിറ്റ് വരുന്ന, ഇതായിരുന്നു നമ്മുടെ ഒരു ഷേപ്പ്. ഇതിന് താഴെ ഈ ഒരു ഷേപ്പ്. അപ്പൊ ഈ ഇതേപോലെ ഈ റെക്ടാങ്കിൾ ഷേപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വെഡ്ജ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വെഡ്ജ്. അപ്പൊ റെക്ടാങ്കിൾ ഷേപ്പിൽ വരുന്നതിനെയാണ് വെഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല്, ഇതിൽ നിന്ന് ഈ ഒരു ഫിഗറിൽ നിന്നും ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് രണ്ട് ഷേപ്പ് ഉണ്ട്. ഈ വെഡ്ജിന്റെ ആംഗിൾ 10 ഡിഗ്രി ആണെന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ ഷേപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 150 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അതേപോലെ ഇതിൽ വരുന്ന ന്യൂവിന്റെ വാല്യൂ 0.3 ആർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഈ പി, ഇതാണ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ളത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് പി, അതായത് നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് പിന്നെയാണ് കാണാൻ പറഞ്ഞേക്കുന്നത് ക്വസ്റ്റ്യനില്. ടു അപ്ലൈ ദ വെഡ്ജിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് പി. അതെന്താണെന്നാണ്, അതായത് എത്രയാണെന്ന് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടുത്തെ വെയിറ്റ് തന്നിരിക്കുന്നത്, ലോഡിന്റെ വെയിറ്റ് തന്നിരിക്കുന്നത് 150 ന്യൂട്ടൺ വെയിറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.3, മ്യൂവിന്റെ വാല്യൂ 0.3 എന്ന് തന്നിട്ടുണ്ട് അറ്റ് ഓൾ കോണ്ടാക്ട് സർഫസിൽ. അപ്പൊ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ആകെ വെയിറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ ഹൊറിസോണ്ടൽ അതായത് കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂവിന്റെ വാല്യൂ വന്നിട്ടുണ്ട്. 150 ന്യൂട്ടൺ വെയിറ്റ് വന്നിട്ടുണ്ട്, മ്യൂവിന്റെ വാല്യൂ 0.3 വന്നിട്ടുണ്ട്. ഇതിൽ അപ്ലൈ ചെയ്യുന്ന ആ ഹൊറിസോണ്ടൽ ഫോഴ്സ് പിയുടെ ആ വെഡ്ജിന്റെ പി ആണ് നമ്മൾ കണ്ടെത്താൻ പറയുന്നത്. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻസ്? ക്ലിയർ ആണ്. ഇനി ഇതിൽ നിന്ന് ഇപ്പൊ രണ്ട് ഫിഗർ ഉണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ. ഇപ്പൊ ഈ രണ്ട് ഫിഗർ നമ്മൾ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. അപ്പൊ ഫസ്റ്റ് ഈ സെക്ഷന് സെപ്പറേറ്റ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഒരു റിയാക്ഷൻ ഈ സൈഡിൽ വരുന്നുണ്ട് അല്ലെ. ഈ വാളിനോട്ട് വെർട്ടിക്കൽ, ഇത് വെർട്ടിക്കൽ വാളാണ് ഇത് വെർട്ടിക്കൽ നിൽക്കുന്ന ഈ വാളാണെന്നുണ്ടെങ്കിൽ ഈ വാളിനോട് ടച്ച് ചെയ്തിട്ട് ഒരു റിയാക്ഷൻ വരുന്നുണ്ട്. അതുപോലെ ഇത് താഴേക്ക് ടച്ച് ചെയ്ത് ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് താഴേക്ക് വരുന്ന ഒരു റിയാക്ഷൻ വരുന്നുണ്ട്. അപ്പൊ രണ്ട് റിയാക്ഷൻ ഉണ്ട്. അത് R1 എന്നും അല്ലെങ്കിൽ Rn1 എന്നും Rn2 എന്നും രണ്ട് റിയാക്ഷൻ നമുക്ക് അവിടെ കിട്ടി. പിന്നെ ഇതിൽ വരുന്ന വെയിറ്റ് 150 ന്യൂട്ടൺ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആവുമ്പോൾ ഇതിന്റെ ആംഗിൾ നമുക്ക് എന്താണ്, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആംഗിൾ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഇതിലത്തെ ആറിന്റെ വാല്യൂ ആണ് നമുക്ക് എന്ന് പറഞ്ഞേക്കണം 0.3 എന്ന് പറഞ്ഞേക്കുന്നത് ആറിന്റെ വാല്യൂ ആണ്. അപ്പൊ ആറിന്റെ വാല്യൂ 0.3 ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ വരാം. ഈ ആംഗിള് ഇൻക്ലൈൻഡ് ആയിട്ട് ആംഗിൾ വരുമ്പോൾ ഈ ഒരു പോയിന്റാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെച്ചാൽ ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത്രയും ചെരിഞ്ഞായിരിക്കും വരാം. ഇങ്ങനെയാണ് വരും. ലൈൻ ഇങ്ങനെ എടുക്കുന്ന ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, റിയാക്ഷൻ വരുള്ളൂ. അപ്പൊ ഇതുപോലെ ചെരിഞ്ഞായിട്ട് വരാം. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടാം, അടുത്ത രണ്ട് ലൈൻ കിട്ടാം. അപ്പൊ ഇതിൽ നിന്നും ഈ ഇവിടെയാണ് നമുക്ക് ആംഗിൾ ഫോം ചെയ്യുന്നത്. ഇതായിരിക്കും നമ്മുടെ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് ആറ് കോസ്, ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 10 ഡിഗ്രിയാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഫിഗർ ഇവിടെ വരുമ്പോൾ ഇതിന് താഴെ വരുന്ന ഈ ആംഗിളും 10 ഡിഗ്രി ആയിരിക്കും. അതാണ് ഇവിടുത്തെ 10 ഡിഗ്രി. ഈ 10 ഡിഗ്രി തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്ന തീറ്റ. അതുകൊണ്ട് ഇത് 10 കിട്ടും. അപ്പൊ ആർ കോസ് 10 ആണ് നമുക്ക് ഇവിടെ വരിക. ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ ആർ സൈൻ 10 വരും. ഈ ആറിന്റെ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് 0.3 കോസ് 10ഉം ഇവിടെ വരുന്നത് 0.3 സൈൻ 10. ഇത് പറയാൻ ക്ലിയർ ആണോ? ഇതാണ് ഈ ഫിഗർ ഇവിടെ മുൻകൂട്ടി എടുത്ത് വെച്ചോളൂ പറഞ്ഞത്. ഇനി സൈൻ കൺവേർഷൻ വരുമ്പോ കോസ് ഫസ്റ്റ് ഈ 4 കോണിന്റെ സൈൻ കൺവേർഷൻ ഒന്നും കൂടി ഇവിടെ കൊടുത്തേക്കാണ്. ഫസ്റ്റ് കോണിൽ വരുമ്പോ കോസ് ആയിരിക്കും ആദ്യം മുകളിൽ വരാം. മുകളിൽ കോസ് താഴെ സൈൻ. ഇവിടെ വരുമ്പോ ഇവിടെ കോസ് ഇപ്പുറത്തെ സൈൻ. ഇതിൽ മുകളിൽ സൈൻ താഴെ കോസ്, ഇവിടെ സൈൻ ഇവിടെ കോസ്. ഇങ്ങനെ ഒരു ഓർഡറിലായിരിക്കും ഇവിടുത്തെ സൈൻ കൺവേർഷൻ വരും. അപ്പൊ ഇനി നമുക്ക് ഇത് കിട്ടി, ഈ ഫിഗർ കിട്ടി. ഇനി അടുത്തത് ഈ വെഡ്ജാണ്. അപ്പൊ ആദ്യം ഇതിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ കണ്ടെത്താം. പിന്നെ ഇക്വിലിബ്രിയം കണ്ടീഷൻ കണ്ടെത്താൻ പറയുമ്പോൾ ഇതില് ഈ ഫിഗറിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ v = 0യും വെർട്ടിക്കൽ
ഹൊറിസോണ്ടലും വെർട്ടിക്കലും സം ഓഫ് ഹൊറിസോണ്ടൽ സീറോയും സം ഓഫ് വെർട്ടിക്കൽ സീറോയും കണ്ടെത്താം. ആദ്യം സം ഓഫ് വെർട്ടിക്കൽ സീറോ എടുക്കും. സം ഓഫ് വെർട്ടിക്കൽ സീറോ എന്ന് പറയുമ്പോൾ വെർട്ടിക്കലായിട്ട് വരുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? ഒന്ന് രണ്ട് തരത്തിൽ നമുക്ക് സോൾവ് ചെയ്യാം കേട്ടോ. അതൊന്നും ഞാൻ രണ്ടെണ്ണം കൊടുത്തത് ഇത് വേണമെന്നില്ല. ഇത് വേണമെന്നില്ല. അടിപ്പെടുക്കുന്നത് കൊടുത്താൽ മതി. രണ്ട് തരത്തിൽ ഞാൻ സോൾവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞു തരാൻ വരാം. ഇത് മാത്രം എടുത്താൽ മതി. അത് നമുക്ക് സോൾവ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 10th പഠിക്കാറില്ലേ, എക്സും വൈയും വന്നു കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ അതിൽ കണ്ടെത്താം. അതിനുശേഷം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വൈയുടെ വാല്യൂ കണ്ടെത്താം. ആ മെത്തേഡിലാണ് അത് ചെയ്തേക്കുന്നത്. പക്ഷെ അത് വേണമെന്നില്ല, ഇതുപോലെ ചെയ്താൽ മതി. ഇതാണ് സിമ്പിൾ. അപ്പൊ നമുക്ക് ഹെറിസോണ്ടൽ വാല്യൂസ്, ആ ആദ്യത്തെ ഫിഗറിന്റെ ഹെറിസോണ്ടൽ വാല്യൂസ് ആദ്യം എടുക്കാം. ഹെറിസോണ്ടൽ വാല്യൂസ് എടുക്കുമ്പോൾ ഫിഗറിൽ ഇതിന്റെ ഹെറിസോണ്ടൽ വാല്യൂ വരുമ്പോൾ ഇവിടെ R1 എന്നും ഇത് R1 എന്നും ഇത് R2 ആയിട്ടും കൊടുത്തു. അപ്പൊ ഇവിടെ വരുന്നത്, ഇവിടുത്തെ സപ്പോർട്ട് വരുമ്പോൾ R1 സൈൻ തീറ്റയും സൈൻ 10ഉം ഹെറിസോണ്ടൽ ആയിട്ട് മാത്രമല്ല കാണിച്ചത്. ഇത് ഈ ഒരു വാല്യൂ മാത്രമല്ലേ വരുള്ളൂ. ഇവിടെ ഒരു R1 സൈൻ 10 തീറ്റയും മാത്രമേ വരുള്ളൂ. ഇതിലൊരു റിയാക്ഷനും അതിൽ വരുന്ന R സൈൻ 10 മാത്രമേ വരുള്ളൂ. ബാക്കിയൊക്കെ വെർട്ടിക്കലാണ് വരുന്നത്. ഇവിടെ ഒരു R വരും, ഈ സൈൻ വരും. ഇത് മൊത്തം വെർട്ടിക്കലായിട്ട് സിമ്പിൾ മാത്രം നമുക്ക് വേണ്ടു. ഇത് ഇത് R1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും മാത്രം മതി. ഈ വാല്യൂസ് ഒന്നും കൂടി നമുക്ക് ഇതിൽ കൺസിഡർ ചെയ്യണ്ട. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ നോക്കിയേ, R1ഉം R2 സൈൻ തീറ്റയും അതുപോലെ തന്നെ R2 കോസ് തീറ്റ ഈക്വൽ ടു 0. അപ്പൊ ഇക്വേഷൻ R1 മൈനസ് R2 സൈൻ തീറ്റ മൈനസ് 0.3 ആണ് നമ്മുടെ ആറിന്റെ വാല്യൂ. 0.3 എടുക്കണ്ട. ഇവിടെ 0.3 ഇല്ല. ഈ R1ഉം R2 സൈൻ തീറ്റയും അതുപോലെ R2 കോസ് തീറ്റ ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ R1ന്റെ വാല്യൂ കണ്ടെത്താനായിട്ട് R2ന്റെ വാല്യൂ നമ്മൾ അവിടെ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാൻ മതി. ഈ V ഈക്വൽ 0 വെർട്ടിക്കൽ വാല്യൂ കണ്ടതിന് ശേഷം ഹൊറിസോണ്ടൽ വാല്യൂക്ക് പറഞ്ഞത്. വെർട്ടിക്കൽ വാല്യൂ ആയിട്ട് വരുന്നത് R2 കോസ് 10ഉം 0.3 R2 സൈൻ 10ഉം അതുപോലെ 150 0.3 R1 ആണ് നമുക്കിവിടെ വരുന്നത്. അതെങ്ങനെ വരുന്നത് ഈ ഫിഗറിൽ വരുന്നത് നിങ്ങൾ നോക്കി. അത് ഇതിന്റെ ആംഗിളിനെ എടുത്ത് വരച്ചേക്കുന്നത് 0.3 R1 സൈൻ 10ഉം അതുപോലെ 0.3 R1 കോസ് തീറ്റ, ഇങ്ങനെ ഒരു ഫിഗർ വരും. അതുപോലെ ഇങ്ങനത്തെ ഒരു ഫിഗർ വരും. അപ്പൊ ഇതിൽ നിന്നും ഒരെണ്ണം R1 ആയിരിക്കും എടുക്കുക. N1 കൊടുത്തുള്ളൂ, നമുക്ക് ഡൗട്ട് അടിക്കാം. ഇത് തന്നെ പറയാം. ആദ്യം അങ്ങോട്ട് പോവാം. അതായത് സിഗ്മ V ഈക്വൽ 0 കണ്ടീഷൻ എടുക്കുക. അപ്പൊ ഇതിൽ സിഗ്മ V എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? R1 N1 സൈൻ കോസ് തീറ്റ. വെർട്ടിക്കൽ ആയിട്ടുള്ള കേസ് മാത്രമേ വേണ്ടൂ. വെർട്ടിക്കൽ വരുന്നത് ഈ R1 കോസ് 10 തീറ്റ. അതുപോലെ വെർട്ടിക്കൽ ഇവിടെ വരുന്നത് ആ വെയിറ്റ് വരും നമുക്ക് ഫിഗറിൽ. ഒന്ന് ഫിഗറിൽ വരുന്ന ഈ വെയിറ്റ് വെർട്ടിക്കലാണ്. പിന്നെ വെയിറ്റ് വരുന്നത് ഇത് വെർട്ടിക്കലാണ്. പിന്നെ ഈ ഫിഗറിൽ വരുന്ന 0.3 സൈൻ 10. ഈ രണ്ട് ഫിഗർ, അതായത് ഇതിന്റെ ഇവിടെ വരുന്ന റിയാക്ഷൻ ആണ് ഇവിടെ വരച്ചേക്കുന്നത്. അതുപോലെ ഇവിടെ വരുന്ന റിയാക്ഷൻ ഇവിടെ തന്നെ വരച്ചു. അങ്ങനെ രണ്ട് ഇൻക്ലൈൻഡ് ആംഗിൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇത് ക്ലിയർ ആണോ? അതായത് ഈ ഒരു ഫിഗറിന് രണ്ട് റിയാക്ഷൻ വരുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്.
ഇവിടുത്തെ ഇംഗ്ലണ്ട് ആംഗിൾ ഇവിടെ വരച്ചു. ഇത് നമുക്ക് RN sin 10 RN cos 10. ഇതിന്റെ ഈ സൈഡിൽ വരുന്ന റിയാക്ഷൻ നമുക്ക് RN ഇവിടുത്തെ മ്യൂ തന്നിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഇവിടെ 0.3 ഇൻറ്റു RN1 cos 10 0.3 RN1 sin 10 വരും. ഇതിന്റെ വെർട്ടിക്കൽ ആംഗിൾ എടുക്കുമ്പോൾ ഇതൊരു വെർട്ടിക്കലാണ്, വെർട്ടിക്കൽ ഫോഴ്സസ് എടുക്കുമ്പോൾ ഇതൊരു വെർട്ടിക്കലാണ്, ഇത് വെർട്ടിക്കലാണ്, ഇത് വെർട്ടിക്കലാണ്. ഇതിന്റെ സിമ്പിൾ നോക്കിയാൽ ഇത് ഡയറക്ഷൻ വരുന്നത് താഴേക്കാണ്. അപ്പൊ ഈ വെയിറ്റ് വരുന്നത് നെഗറ്റീവ് വരും, ഇത് സൈൻ വരുന്നത് മുകളിലേക്കാണ്. അപ്പൊ ഇത് പോസിറ്റീവ് വരും, ഇതിന്റെ സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ സിഗ്നൽ ഇത് വരുന്നത് താഴേക്കാണ്, അതുകൊണ്ട് ഇത് നെഗറ്റീവ് വരും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ RN1 എന്നുള്ളത് പോസിറ്റീവ് വന്നു, 150 ന്യൂട്ടൺ എന്ന് പറയുന്നത് നെഗറ്റീവ് വന്നു. അതുപോലെ ഈ സൈഡ് വരുമ്പോൾ ഇത് താഴേക്കായതുകൊണ്ട് ഇത് നെഗറ്റീവ് വന്നു. ഇത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് സെറ്റ് ചെയ്യും. പിന്നെ ഇതിന്റെ N2 കേസ് എടുക്കും. അതായത് ഇവിടെ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് കൂടി വരും, ആ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇവിടെ നമുക്ക് 0.3 RN2 വരും. ഇതിന്റെ ഡയറക്ഷൻ താഴേക്കാണ്, അതുകൊണ്ട് ഇത് നെഗറ്റീവ് വരും. ഇത് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റത്തെ ഇക്വേഷൻ സെറ്റ് ആയി. ഈ ഫസ്റ്റത്തെ സിഗ്മ V ഈക്വൽ ടു 0 ക്ലിയർ ആണോ? ഇനി ഇതിന്റെ ഹൊറിസോണ്ടൽ വാല്യൂ കൊടുക്കാം. ഹൊറിസോണ്ടൽ വാല്യൂ വരുന്നത് ഒന്ന് ഈ പോയിന്റ് RN2 വരും താഴേക്ക് sin θ, അതായത് ഈ വാല്യൂ വരും. 0.RN cos 10 ഇത് വരും, ഇത് രണ്ടും വരും. പിന്നെ ഇതിന്റെ കൂടത്തുള്ള RN2 വാല്യൂ വരും. ഇതൊന്നും നോക്കിയാ ഇവിടെ വരുന്ന RN2 വരും, ഈ സിമ്പിൾ വരുന്ന RN2 വരും, ഇവിടെ ഒരു RN2 വരും. പിന്നെ ഇവിടെ വരുന്ന വെർട്ടിക്കലായിട്ട് വരുന്നത് ഹൊറിസോണ്ടലായിട്ട് വരുന്നത് RN sin 10 വരും. അതുപോലത്തെ ഇവിടുത്തെ 0.3 RN cos 10 വരും. ഇത് ലെഫ്റ്റിലോട്ടാണ്, ഇത് നെഗറ്റീവ് സിമ്പിൾ വരും. ഇതും ലെഫ്റ്റിലോട്ടാണ്, ഇത് നെഗറ്റീവ് സിമ്പിൾ വരും. ഇത് താഴേക്കാണ്, അത് നെഗറ്റീവ് സിമ്പിൾ വരും. ഈ R2 മാത്രം പോസിറ്റീവ് വരുള്ളൂ, ബാക്കി രണ്ടും നെഗറ്റീവ് വരും. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് സെറ്റ് ചെയ്യും. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് സോൾവ് ചെയ്തിട്ട് ഒരെണ്ണത്തിന്റെ ഇപ്പൊ ഇതിൽ ഫസ്റ്റത്തേലും മൊത്തം RN1 ഒരു RN2 ഉണ്ട്, സെക്കൻഡിലും ഉണ്ട് ഒരു RN2, ബാക്കിയുള്ളതൊക്കെ RN1 ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ സെക്കൻഡ് ഇക്വേഷനിൽ നോക്കി ഇവിടെ ഒരു ഇതിനെ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 0.3 ഉണ്ട്. രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി, ഇതിലൊരു 0.3 ഉണ്ട്, ഇതിലൊരു 0.3 ഇല്ല. വെറുതെ നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനെന്ത് ചെയ്യണം, ഈ ഇക്വേഷനെ H എന്നുള്ള ഈ ഹൊറിസോണ്ടൽ ഇക്വേഷനെ മൊത്തം 0.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നമുക്ക് ഇക്വേഷനിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇതിന് ഈ ഇക്വേഷനെ മൊത്തം എന്ത് ചെയ്തു, 0.3 വെച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 0.3 വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ടേം 0.3 ഇൻറ്റു RN2 വരും. ഇതിന്റെ കൂടെയും 0.3 RN1 sin 10 വരും. ഇവിടെ 0.3 ഇൻറ്റു 0.3 വരുമ്പോൾ 0.09 RN1 cos 10 വരും. ഇക്വേഷൻ നമ്പർ 0 കൊടുക്കാം. അപ്പൊ നമുക്ക് R2 നമ്മൾ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ആക്കി, R1 ഇത് തന്നെ കിട്ടി. അത് ഇക്വേഷൻ നമ്പർ 1 ഇതും ഉണ്ടാക്കി, ഇക്വേഷൻ നമ്പർ 2 ഇങ്ങനെ സെറ്റ് ചെയ്തു. എന്നിട്ട് ഈ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഇതൊരു മൈനസ് ടേം ആണ്, ഇതൊരു പോസിറ്റീവ് ടേം ആണ്. അപ്പൊ ഈ ടേമിൽ ഇതും ഇതും തമ്മിൽ ക്യാൻസൽ ചെയ്തു, ബാക്കിയൊക്കെ RN1ന്റെ ടേം ആയിട്ട് മാത്രമായിട്ട് മാറും. ഇവിടെ വരെ ക്ലിയർ ആണോ? അതായത് നമ്മുടെ ഇക്വേഷൻ സാധാരണ കേസിൽ എക്സും വൈയും വാല്യൂബിൾ വരുമ്പോൾ ഏതെങ്കിലും ഒന്ന് 0 ആക്കിയാൽ മാത്രമേ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടുള്ളൂ. അങ്ങനെ വൈയുടെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, രണ്ട് ഇക്വേഷനിൽ നിന്നും ആ എക്സിനെ രണ്ടിനും നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ഒരേപോലെ ആക്കിയിട്ട് ഒന്നില്ലെങ്കിൽ പ്ലസ് ചെയ്യുക അല്ലെങ്കിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടേം മാത്രം പോകും, ബാക്കി ഒരു ടേം വരും. അപ്പൊ ഇവിടെ രണ്ട് ടേമിന്റെ ഇക്വേഷൻ നമുക്ക് ഉണ്ടായത് കൊണ്ട് RN1ഉം RN2ഉം ആയുള്ള രണ്ട് ഇക്വേഷൻ, രണ്ട് ടേം വെച്ചിട്ടുള്ള രണ്ട് ഇക്വേഷനാണ് നമുക്ക് ഇവിടെ സിഗ്മ V കൊണ്ടും സിഗ്മ H കൊണ്ടും കിട്ടിയത്. അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണത്തിനെ ഇതിലേക്ക് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ Hന്റെ ഇക്വേഷനെ മൊത്തം 0.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ ടേമും ഇതിലത്തെ നെഗറ്റീവ് ടേമും പോസിറ്റീവ് ടേമും ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ള ടേമിനെ ആഡ് ചെയ്ത് എഴുതി. അപ്പൊ ആഡ് ചെയ്ത് എഴുതുമ്പോൾ ഇത് മൊത്തം നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. അതായത് ഇതിൽ RN1 cos 10 ഉണ്ട്, ബാക്കിയുള്ള ടേമുകൾ നോക്കാം. ഇതിൽ ഒരു ടേം ഉണ്ട് N cos 10 എന്ന് പറഞ്ഞുണ്ട്, ഇതില് 0.09 ഉണ്ട്. ഇത് കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കിട്ടും. അതുപോലെ ബാക്കിയുള്ള ഇതിന്റെ ടേമും കോസിന്റെ ടേമും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ ടേം കിട്ടും.
ഇസ് ഈക്വൽ ടു ഈ മൈനസ് 150 ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോ പ്ലസ് 150 ആക്കി. ഇനി ഇതില് RNന്റെ വാല്യൂ നിർത്തിയിട്ട് ഈ കോസ്റ്റന്റെ വാല്യൂ രണ്ടിലെ സൈഡും സൈനിന്റെയും കോസനിന്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.896 RN1 മൈനസ് ഇങ്ങനെ ഒരു N1 ഉണ്ട്. ഇത് മൈനസ് ആണ്. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 0.792 RN ഈക്വൽ ടു 150 എന്ന് കിട്ടും. ഇതിൽ നിന്ന് RN1ന്റെ വാല്യൂ RN1 അല്ലെങ്കിൽ R1ന്റെ വാല്യൂ നിന്ന് കിട്ടും. ഇതിന് ഈ ടേമിന് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇപ്പുറത്ത് ഡിവിഷൻ ആവും. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയ വാല്യൂ ആണ് ഈ 1893.9 ന്യൂട്ടൺ എന്നുള്ളത്. ഇത് ക്ലിയർ ആണ്? വാല്യൂ കിട്ടിയത്. അപ്പൊ ഇത് ഫസ്റ്റത്തെ ഷേപ്പിന്റെ മാത്രമാണ്. ഇനി വെഡ്ജിന്റെ എടുക്കണം. ഇനി വെഡ്ജ് ഇതുപോലെ തന്നെ ഈ വെഡ്ജിന്റെ കേസ് മാത്രം എടുക്കുക. ഇതിലേക്ക് എന്തൊക്കെ വരുന്നതെന്ന് നോക്കാം. ഈ വെഡ്ജിലേക്ക് ഇവിടെ നമുക്ക് ഒരു RN3, അതായത് മൂന്നാമത്തെ ഒരു റിയാക്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് RN3 ഈ റിയാക്ഷൻ കൊടുക്കുക, RN3 അല്ലെങ്കിൽ R3 ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ വരുന്നത് ഇവിടെ നമുക്ക് ഈ മുകളിൽ ഈ ഫിഗറിന്റെ എവിടേക്കാണ് റിയാക്ഷൻ വരുന്നത് ഈ ഫിഗർ വെച്ച് നോക്കാം. അതായത് ഈ ബീമിനെ ഇവിടെ നിന്ന് ഈ വെഡ്ജിനെ ഇവിടെ നിന്ന് പുൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഡയറക്ഷൻ ഇത് മുകളിലേക്ക് ചലിക്കും, അല്ലെ? ഇത് മുകളിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഇത് ഉള്ളിലേക്ക് ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതോറും ഇത് മുകളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ഈ ഫിഗർ എവിടെയൊക്കെ തമ്മിൽ റിയാക്ഷൻ നടക്കുന്നുണ്ടാവും? ഒന്ന് ഈ താഴത്തെ സർഫസ് ആയിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഈ ബീമുമ്മിൽ റിയാക്ഷൻ വരും. അതുപോലെ ഇവിടെ ഈ പോയിന്റിലും ഒരു റിയാക്ഷൻ വരും. ആ 3 റിയാക്ഷൻ ആണ് ഇവിടെ വരുന്നത്. ആ 3ന്റെയും ഇനി വെഡ്ജിന്റെ മാത്രം ഫ്രീ ബോഡി ഡയഗ്രം എടുത്തിട്ട് അതിന്റെ വരുന്ന കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പൊ വെഡ്ജിന്റെ 3 സൈഡിൽ ഇവിടെ നിന്നാണ് പുള്ളി ചെയ്യുന്നത്. ഈ പി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞേക്കുന്നത്. ഇവിടെ സർഫസ് ആയിട്ട് ഒരു ഫോഴ്സ് വരുന്നതാണ് RN3 എടുത്തു. അതുപോലെ ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ വരുന്ന ഒരു ഫോഴ്സ് ആണ് R2. അപ്പൊ നമുക്ക് 0. ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യും. ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് ഷിയർ ഫോഴ്സ് വരുന്നത്. അപ്പൊ ഷിയർ ഫോഴ്സ് 0.3 R2 എന്ന് കൊടുക്കാം. R2ന്റെ കേസിൽ വരുമ്പോൾ 0.3 R2 വരും. ഇപ്പുറത്തെ കേസിൽ വരുമ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് വരും 0.3. ഇവിടുത്തെ R3 ആയതുകൊണ്ട് RN3ലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ 2 ഫോഴ്സസ് ഷിയർ ഫോഴ്സസ് അവിടെയും ഇവിടെയും വരുന്നുണ്ടാവും. ഇത് ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി അങ്ങനെയാണെങ്കിൽ ഈ മോളിൽ ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ വരുമ്പോൾ ഇവിടെ വരുന്ന ഇംഗ്ലിന്റെ ആംഗിൾ ഇങ്ങനെയാണ് വരിക. അതായത് ഇതിലേക്ക് ഈ ഒരു പോയിന്റ് ഇവിടെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിന് ഇടയിലാണ് നമുക്ക് ഈ R2 വരുന്നത്. R2 വരുന്ന ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ ഇവിടെ തീറ്റ വരുമ്പോൾ ഈ ആംഗിളിലായിരിക്കും കോസ് ഫോം ചെയ്യുക. അപ്പൊ R2 cos 10 ഈ സൈഡിൽ വരും. ഈ സൈഡില് R2 sin 10 വരും. അപ്പൊ ഫസ്റ്റ് ഇംഗ്ലിന്റെ ആംഗിൾ ഇവിടെ കഴിഞ്ഞു. ക്ലിയർ ആണത്? ഇനി RN1ന്റെ കേസിൽ വരുന്നതാണ് ഇവിടെ. RN1ന്റെ കേസിൽ തീറ്റ ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് തീറ്റ ഫോം ചെയ്യുന്നത്. അതും ഇവിടെ തന്നെയാണ് വരിക. അപ്പൊ RN1 sin 10 വരും. ഇവിടെ RN1 cos 10 വരും. രണ്ടെണ്ണമായി. ഇനി ഈ RN2ന്റെ കേസിൽ വരുമ്പോൾ ഈ R2ന്റെ കേസിൽ അല്ലെങ്കിൽ RN2 അല്ലെങ്കിൽ N2 2 എന്നെ വിളിച്ചോളാം. RN2ന്റെ കേസിൽ വരുമ്പോൾ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക ഫോഴ്സ്. അപ്പൊ ആംഗിൾ ഫോം ചെയ്യുന്നത് ഈ സൈഡിലായിരിക്കും ആംഗിൾ ഫോം ചെയ്യുന്നത്. അപ്പൊ 0.3 ഇവിടെ ഓൾറെഡി ഉണ്ട്. 0.3 RN2 cos 10 വരും. ഇവിടെ 0.3 RN2 sin 10 വരും. പിന്നെ ആംഗിൾ എന്ന് പറയുമ്പോൾ 0.3 RN. ഇതിൽ വരുന്ന 2 ഇംഗ്ലിന്റെ ആംഗിളും കിട്ടി. മൂന്നാമത്തെ ഇതും കിട്ടി. രണ്ടും കിട്ടി. രണ്ടെണ്ണം വരാം. ഇനി നമ്മൾ പറയുന്നത് ഒരു റിയാക്ഷൻ താഴെ വരുന്നുണ്ട്. അത് R3 ആയിട്ട് എടുത്തു. താഴത്തെ റിയാക്ഷൻ R3 എടുത്തു. ഇത് നീട്ടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫോം ചെയ്ത ഈ ആംഗിൾ ഇതാണ്. ഇപ്പൊ നമുക്ക് 0.3 R2 cos 10 ഇത് തന്നെയാണ് ഞങ്ങളുടെ ഇത് സെപ്പറേറ്റ് വരച്ചേക്കണം കേട്ടോ. ഈ രണ്ടാം തന്നെ ഉള്ളൂ. ഇതും മാത്രമേ ഉള്ളൂ. അത് രണ്ടിനും സെപ്പറേറ്റ് വരച്ചേക്കണം. ഇനി ഇതിൽ നിന്നും ഇതിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ കണ്ടെത്താം. ഒന്ന് H=0. അപ്പൊ ഇതില് R1 മൈനസ് R2 ഹൊറിസോണ്ടലിൽ വരുന്ന വാല്യൂസ് നമുക്ക്
R2 sin 10 ഇവിടെ വരുന്നുണ്ട്. അതുപോലെ 0.3 R2 cos 10. ഇത് രണ്ടെണ്ണമാണ് ഇതിൽ ഹെറിസോണ്ടൽ വരുന്നത്. ഇതാണ് നമ്മുടെ ഫിഗർ. ആ ഫിഗറിൽ ഇവിടെ ഒരു ഇംഗ്ലീഡ് ആംഗിളും ഇതിലൊരു ഇംഗ്ലീഡ് ആംഗിളാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ R1 ആയതുകൊണ്ട് ഫസ്റ്റത്തെ സൈഡിൽ R1 അത് മുകളിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ R1 പോസിറ്റീവ് ആയിട്ട് എടുത്തു. ഇതിന്റെ ആംഗിളും ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അതിന്റെ ഇതിന്റെ ആംഗിള് R2 sin 10 എന്നുള്ളത് ഇത് ലെഫ്റ്റിലേക്കാണോ? ഇതല്ല ഇത് നമുക്ക് കണ്ടെത്തി. R2ന്റെ വാല്യൂ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ R2ന്റെ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ R2ന്റെ വാല്യൂ കണ്ടെത്താം. വെർട്ടിക്കൽ ഇക്വേഷന്റെ ടേം എടുത്തു കഴിഞ്ഞാൽ R2ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഇനി ഈ ഇതാണ് വെഡ്ജിന്റെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. R3 മൈനസ് R2 cos 10 ഉം 0.3 R2 sin 10. ഇതാണ് നമ്മൾ ഈ ഫിഗറിൽ നിന്ന് വെർട്ടിക്കലി വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്ന് R3 ഇത് മുകളിലേക്കാണ്. അതുകൊണ്ട് ഇവിടെ എഴുതുന്ന അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. ഇവിടെ വരുന്ന വെർട്ടിക്കൽ സിഗ്മ ബിയുടെ കേസാണ് വരുന്നത്. ഒന്ന് R3 ഇത് പോസിറ്റീവ് ആണ്. ഇനി ഇതിന്റെ മുകളിലോട്ട് വരുന്നത് ഇവിടെ R2 cos 10. ഈ R2 cos 10 ഇതാണ് R2 cos 10 ആണ് വരുന്നത്. താഴേക്ക് വരുന്നത് നെഗറ്റീവായി R2 cos 10 വരും. ഇനി വെർട്ടിക്കൽ വരുന്നത് മുകളിലേക്ക് വരുന്നത് 0. ഈ ടേം ആണ് വരിക. ഇത് നമുക്ക് പ്ലസ് മുകളിലേക്കാണ് വരുന്നത്. 0.3 R2 sin 10. ക്ലിയർ ആണത് വെർട്ടിക്കല്? അതായത് ഇവിടെ R3 ഇവിടെ വരുന്ന വെർട്ടിക്കൽ വാല്യൂ വരുന്നത് 3 വെർട്ടിക്കൽ വാല്യൂ വരുന്നത് 1 ഇത് 2 ഇത് 3 ഇത്. അതിൽ ഇത് മുകളിലേക്കാണ് ആരോ, അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ വന്നു. ഇത് താഴേക്കാണ് ആരോ, അതുകൊണ്ട് ഇത് നെഗറ്റീവ് വാല്യൂ വന്നു. ഇത് മുകളിലേക്കാണ് ആരോ, അതുകൊണ്ട് ഇത് പോസിറ്റീവ്. ക്ലിയർ അല്ലേ വെർട്ടിക്കലിന്റെ വാല്യൂ? നോക്കിയേ, സിഗ്മ വി സിഗ്മ നമ്മൾ എടുത്ത് എഴുതി R3 മൈനസ് R2 cos 10 പ്ലസ് 0.3 R2 sin 10 ഈക്വൽ ടു 0. ഇതിൽ നമുക്ക് R2ന്റെ വാല്യൂ നമ്മളിവിടെ കിട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇപ്പൊ ഇവിടെ ഒരു R2 ഉണ്ട്, ഇതിലൊരു R2 ഉണ്ട്. ഇനി cos 10ന്റെ വാല്യൂ sin 10ന്റെ വാല്യൂ കൊടുത്ത് സോൾവ് ചെയ്താൽ നമുക്ക് ഇവിടെ നിന്ന് R3ന്റെ വാല്യൂ കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്യാലോ? അപ്പൊ അത് കിട്ടി. അപ്പൊ ഫസ്റ്റ് സിഗ്മ വി കിട്ടി നമുക്ക്. ഇനി നമുക്ക് വേണ്ട സിഗ്മ എച്ചിന്റെ വാല്യൂ ആണ്. അതായത് ഹെറിസോണ്ടൽ വരുന്ന ഈ ഫിഗർ തന്നെ എടുക്കുക. ഹെറിസോണ്ടൽ വരുന്ന വാല്യൂസുകൾ ഏതൊക്കെയാണ് നോക്കാം. ഇവിടെ ഹെറിസോണ്ടൽ വരുന്നത് പി എടുക്കാൻ പറഞ്ഞു. പി വരുന്ന ഹെറിസോണ്ടൽ വരും. പിന്നെയാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മുടെ വാല്യൂ നോക്കിയേ, ഫിഗറിൽ ഈ ഫിഗറിൽ നിന്ന് ഇവിടെ അപ്ലൈ ചെയ്യുന്ന പിയും കൂടി ഉണ്ട്. അതും കൂടി നമ്മൾ ഹെറിസോണ്ടൽ വാല്യൂസ് എടുക്കണം. അപ്പൊ ഹെറിസോണ്ടൽ ഏതൊക്കെ വരും? ഒന്ന് R2 sin 10. R2 sin 10 ഇത് ലെഫ്റ്റിലേക്കാണ്, അതുകൊണ്ട് പോസിറ്റീവ് ആണ്. ഇനി അടുത്തത് ഇവിടെ സൈഡിൽ 0.3 R2 cos 10 അതും ലെഫ്റ്റിലേക്കാണ്, അതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് 0.3 R2 cos 10 രണ്ട് കേസല്ലേ. പിന്നെ ഇപ്പുറത്തോട്ട് ഇവിടെ നമ്മൾ ഫോഴ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മൈനസ് പി ഈക്വൽ ടു 0. ഇത് ക്ലിയർ ആയപ്പോ? R2 sin 10 വരുന്നുണ്ട്. അതുപോലെ 0.3 R2 cos 10 വരുന്നുണ്ട്. ഒരു മൈനസ് പി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ R3യുടെ കേസും എടുക്കണം. ഇവിടെ ഈ സൈഡിലൊരു R3യുടെ കേസ് നമ്മോട് പറയുന്നുണ്ട്. അതായത് ഇതിന്റെ ഇതും വെർട്ടിക്കലല്ലേ വരുന്നത്. ഈ 0.3 R2 കൂടി കൺസിഡർ ചെയ്യണം. ഇതും വെർട്ടിക്കലാണ് എടുക്കേണ്ടത്. ഈ ഈ ലൈനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ലൈൻ നമുക്ക് 0.3 R2 ആണ്. അപ്പൊ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും. ഇത് നമുക്ക് സിഗ്മ എച്ച് കിട്ടി. ഇത് ക്ലിയർ ആണോ അവിടെ പറയുന്നത്? ഇനി ഇതിൽ നോക്കിയ ഇതിലൊക്കെ R2 ടേം ആണ്. ഇത് R2 ആണ്, ഇത് R2 ആണ്. രണ്ട് പോസിറ്റീവ് ടേം ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂ ആണ്.
അപ്പൊ ഇനി നമുക്ക് എന്താ വെച്ചാൽ ഈ പീനെ മാത്രം ഈക്വലിന് അപ്പുറത്തൊന്നും ഉണ്ടോ, ഇത് നെഗറ്റീവ് ടേം ഈ പി മാത്രമേ ഉള്ളൂ, ഇത് ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് പി ആയി. അപ്പൊ നമുക്ക് പിയുടെ ടേം കിട്ടി. ഇനി R2ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, R3യുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി സൈൻ ടെന്നിന്റെയും കോസ് ടെന്നിന്റെയും വാല്യൂ എടുത്തു കഴിഞ്ഞ് ഈ R3യുടെയും R2ന്റെയും വാല്യൂ കിട്ടിയേക്കണ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പിയുടെ വാല്യൂ കിട്ടും. ഇത് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. ക്ലിയർ ആണോ? അപ്പൊ അത് അപ്പൊ ഒരു ഫിഗർ തന്നപ്പോ ഒരു ഫിഗറിൽ വെഡ്ജിന്റെ ഒരു ഫിഗറിൽ നമുക്ക് തന്നത് 2 ടേം കാണാം. 2 ഫിഗർ ഉണ്ടായിരുന്നു. ആ 2 ടേമിനെ സെപ്പറേറ്റ് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് സെപ്പറേറ്റ് അതിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ കണ്ടെത്താം. എന്നിട്ട് അതിൽ നിന്നും അതിൽ ഏതൊക്കെ റിയാക്ഷൻ ഉണ്ടോ അത്ര റിയാക്ഷൻ ഉണ്ടോ, കോമൺ ആയിട്ട് റിയാക്ഷൻ നമുക്ക് രണ്ടിൽ നിന്നും കൂടി ഒരെണ്ണം കിട്ടും. R2ന്റെ വാല്യൂ R2ഉം ബാക്കി രണ്ടിന്റെയും ഫോം ചെയ്തിട്ട് 3 റിയാക്ഷൻ നമുക്കിവിടെ വരുന്നത് R1, R2, R3. പിന്നെ ഒരു വെയിറ്റ് വരുന്നുണ്ട്, പിന്നെ പി കാണണം. പി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇതൊക്കെ ഓരോന്നും സെപ്പറേറ്റ് കണ്ടെത്തിയിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിയുടെ വാല്യൂ. അപ്പൊ സെപ്പറേറ്റ് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് സെപ്പറേറ്റ് എടുക്കുക, ഓരോന്നിന്റെയും കണ്ടീഷൻ വെച്ചിട്ട് സൈൻ കൺവെർഷൻ കൊടുക്കുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആണ് ഈ ക്വസ്റ്റ്യൻ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Two wedges A and B are used to raise another block C, weighing 1000 Newton as a figure. ഫിഗറിൽ നമുക്ക് തന്നിരിക്കുന്നത് 2 വെഡ്ജസ് ഉണ്ടോ. ഇതൊരു വെഡ്ജായിട്ടും ഇതൊരു വെഡ്ജായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എയും ബിക്കും മുകളിൽ ഹാങ് ആയിട്ട് ഒരു സി എന്നുള്ളൊരു വെയിറ്റ് വന്ന് നിൽക്കും. ഇതാണ് നമ്മുടെ ഫിഗർ. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞേക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആയിട്ട് 0.25 എടുക്കാനും ഫോർ ഓൾ ദ സർഫസ് ഓഫ് ഡിറ്റർമിൻഡ് വാല്യൂ ഓഫ് ടി ഫോർ ഇൻവെന്റിങ് അപ്വേർഡ് മോഷൻ ഓഫ് ദ ബ്ലോക്ക് സി. ആ സിയുടെ അപ്വേർഡ് ഓപ്ഷനിൽ വരുന്ന പിയുടെ വാല്യൂ ആണ് നമ്മൾ കാണാൻ പറയുന്നത്. അതായത് ഈ ഫിഗർ എങ്ങനെ മൂവ് ചെയ്യിക്കാന്ന് വെച്ചാൽ 2 സൈഡിൽ നിന്നും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഈ മുകളിൽ ഇരിക്കുന്ന സി എന്ന് പറഞ്ഞ ബ്ലോക്കിന് നമുക്ക് മുകളിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഇവിടെ നിന്നും ഒരു ഫോഴ്സ് കൊടുക്കണം, ഇവിടെ നിന്നും ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഈ സീനെ നമുക്ക് മുകളിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അത് ഫിഗർ ചെയ്യുന്ന ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഈ 3 ഫിഗറിന്റെയും ഫ്രീ ബോഡി ഡയഗ്രം എടുക്കുക. എന്നിട്ട് അതിന്റെ ഓരോന്നിൽ നിന്നും പിയുടെ വാല്യൂ കണ്ടെത്താൻ നോക്കാം. അപ്പൊ ഫസ്റ്റ് ഫിഗറിൽ എവിടെയൊക്കെ കോണ്ടാക്ട് സർഫസ് എവിടെയൊക്കെ വരും? ഒന്ന് റിയാക്ഷൻ വരുന്ന ഒന്ന് ഇവിടുത്തെ പി ഉണ്ടായിരിക്കും. അത് ഈ വാളിനോട് ടച്ച് ചെയ്ത് വരുന്ന ഒരു ഫോഴ്സ് ഇവിടെ വരുന്നുണ്ടാവും. ഒന്ന് ഇതിന് ഇവിടെ വരുന്നുണ്ടാവും ഒരു ഫോഴ്സ്. പിന്നെ അടിയിൽ നിന്ന് ഒരു ഫോഴ്സ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് വരുന്ന വെയിറ്റ് ഉണ്ടാവും. അപ്പൊ ഈ ആദ്യം അതുപോലെ തന്നെ ഈ സൈഡ്. അപ്പൊ ആദ്യം സിയുടെ ഫിഗറിനെടുത്ത് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. സി വരയ്ക്കുമ്പോൾ സി ആണ് തന്നേക്കുന്നത്. സിയിൽ എവിടെയൊക്കെ വരും? ഇവിടെ ഒരു റിയാക്ഷൻ വരുന്നുണ്ട്, ഇവിടെ ഒരു റിയാക്ഷൻ വരുന്നുണ്ട്, ഇവിടെ ഒരു വെയിറ്റ് വരുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഇത് രണ്ടും കൂടി മൂവ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്ത് വരയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ വരുന്ന നോക്കിയേ, ഇവിടെ വരുന്ന മ്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0. ഇവിടെയാണ് വരുന്നത് മ്യൂ. ഇവിടെ നമുക്ക് 0. ഇവിടെയും അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവിടെ അപ്ലൈ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വരുന്നത് 0.25 ആയിട്ട് നമുക്ക് അതിനെ മ്യൂവിന്റെ വാല്യൂ കൺസിഡർ ചെയ്യാം. മ്യൂവിന്റെ വാല്യൂ 0.6 രണ്ട് സൈഡിലും കൊടുക്കാം, ഇവിടെയും ഇവിടെയും. ഇനി ഇതിൽ നിന്നും ഇവിടെ വന്നൊരു പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്നും ഒരെണ്ണം വരുന്നുണ്ടായിരിക്കും, അതുപോലെ ഇവിടെ നിന്ന് ഒരെണ്ണം വരുന്നുണ്ടായിരിക്കും. ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 120 ആണെന്ന് അത് തന്നിട്ടുണ്ട്. ഇവിടെ മൊത്തം ഇവിടെ 120 ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നെടുക ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് 60യും ഇതും 60 ആയിട്ട് 2 ആംഗിൾ നമുക്കിവിടെ ഫോം ചെയ്യും. അതിവിടെ ഫിഗറിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ആംഗിൾ 60 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു ട്രയാംഗിൾ നമുക്ക് എടുക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്തായിരിക്കും? ഇത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആണ്, ഇപ്പോഴത്തെ ആംഗിൾ 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു ട്രയാംഗിൾ നമുക്ക് ഫോം ചെയ്യാം. ഇങ്ങനെ ഒരു ചെറിയ ട്രയാംഗിൾ വരും. അതിൽ ഒന്ന് 90 ഡിഗ്രി, ഒന്ന് 60 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ അടുത്ത ആംഗിൾ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഈ ആംഗിൾ നമുക്ക് കിട്ടി, ഇത് 30 ഡിഗ്രി ആണെന്ന് കിട്ടി. അത് തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെയും വരാം, ഈ സൈഡും വരാം, നമുക്ക് 30 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ ആംഗിൾ വരുന്നത് എല്ലായിടത്തും എന്തായിരിക്കും? തീറ്റ വരുന്നത് എല്ലായിടത്തും 30 ഡിഗ്രി ആയിരിക്കും.
തീറ്റ 30 ഡിഗ്രി ആണെന്നുള്ളത് മനസ്സിലായോ? അത് ഇവിടെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ നമുക്ക് ഇതുപോലെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് ആക്ട് ചെയ്യുമ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഒരു സൈഡ് മുകളിൽ നിന്ന് ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് 60 ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ബാലൻസ് ഉള്ള ഡിഗ്രി കാണുന്നുണ്ടെങ്കിൽ ഇത് മൂന്നും കൂടിയും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണ് വരുന്നത്. അപ്പൊ ഒരു 90 ഉണ്ട്, ഒരു 50 ഉണ്ട്, ബാലൻസ് ഇവിടെ വരുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ആ 30 ഡിഗ്രി ആയിരിക്കും ഇതിനുള്ളിൽ ഫോം ചെയ്യുന്ന എല്ലാ ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇവിടെയും ഈ സൈഡ് ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് 90 ഡിഗ്രി. അപ്പൊ ഇവിടെയും ഇത് സെയിം കേസിൽ ഇത് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ആംഗിൾ 30 കിട്ടി, ഇവിടെ നിന്ന് ആംഗിൾ 30 കിട്ടി. ഇനി ഇത് രണ്ട് ഇൻക്ലീഡ് ആംഗിളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. ഇവിടെ വരയ്ക്കുമ്പോൾ 30 ഡിഗ്രി ആണെന്ന് കിട്ടി. റിയാക്ഷൻ 6 ആയിട്ട് എടുക്കുക. രണ്ട് സൈഡിലും റിയാക്ഷൻ, ഈ ഫിഗറിന്റെ ഇവിടുത്തെ റിയാക്ഷനും ഇവിടുത്തെ റിയാക്ഷനും സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ഒരേപോലെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതും 6 ആയിരിക്കും, ഇതും 6 ആയിരിക്കും. അപ്പൊ രണ്ട് സൈഡിന്റെ റിയാക്ഷനും 6 ആയിരിക്കും. ഇതിന് ഇൻക്ലീഡ് ആംഗിൾ വരയ്ക്കുമ്പോൾ ആംഗിൾ ഫോം ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിന് ഇവിടെയാണ് ആംഗിൾ ഫോം ചെയ്യുന്നത്, ഇതിന് ഇവിടെയാണ് ആംഗിൾ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആർ കോസ് 30 വരും, ഇവിടെ ആർ സൈൻ 30 വരും. അതുപോലെ ഇവിടെ മുകളിൽ ആർ കോസ് തീറ്റ വരും, അല്ല ഇവിടെ ആർ സൈൻ തീറ്റ വരും. ഇതിന് ആംഗിൾ ഇവിടെ തന്നെയാണ് വരാം. താഴെ ആർ കോസ് തീറ്റ വരും. സൈൻ കണ്ട കോസാണ്. അതിന് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കണം. ഈ രണ്ട് കൺസിഡർ ചെയ്താൽ മതി, ഈ ഒരു ഇംഗ്ലണ്ട് ആംഗിളും ഈ ഇംഗ്ലണ്ട്. അപ്പൊ രണ്ട് കേസായി. അതുപോലെ തന്നെ ഈ ഫിഗറിലൊക്കെ ഈ ടച്ച് ചെയ്യുന്ന രണ്ട് വാക്കാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. ആംഗിളും ഈ ആംഗിളും. ഇതിൽ നിന്ന് വെർട്ടിക്കൽ ആംഗിൾ ഈക്വൽ 0യും ഹൊറിസോണ്ടൽ ആംഗിൾ ഈക്വൽ 0യും നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് എത്താം. അപ്പൊ വെർട്ടിക്കൽ ആംഗിൾ ഈക്വൽ 0 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വെർട്ടിക്കൽ ആയിട്ട് വരുന്ന ആംഗിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വെർട്ടിക്കൽ ആംഗിൾ വരുന്നത് ഇവിടത്തെ വെർട്ടിക്കൽ ആംഗിൾ ആർ കോസ് തീറ്റ. ഇത് ആർ കോസ് തീറ്റ, അത് ആർ കോസ് 30 വരും. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ വെർട്ടിക്കൽ ആംഗിൾ ആർ കോസ് 30 വരും. പിന്നെ ഇപ്പുറത്ത് വരുന്നത് രണ്ടും മുകളിലേക്കാണ് ആംഗിൾ പോകുന്നത്. അതായത് ഇങ്ങനെ മുകളിലേക്ക് ആയതുകൊണ്ട് ഇത് രണ്ടും പോസിറ്റീവ് കിട്ടി. ഇത് രണ്ടും പോസിറ്റീവ് കിട്ടി. ഇനി വരുന്നത് ഇപ്പുറത്തെ സൈഡിൽ ഈ ആംഗിൾ എടുക്കാം. ഈ സൈഡ് എടുക്കണം. നമുക്ക് ഈ ടച്ച് ചെയ്യുന്ന ഈ സൈഡിൽ വരുന്നതാണ് ഈ 0. നമ്മുടെ മ്യൂ വെച്ചിട്ട് വാല്യൂ ഉള്ള ഒരു ആംഗിൾ കൂടി ഇവിടെ ഫോം ചെയ്യണം. എപ്പോഴും ഡിഗ്രി 30 തന്നെ വരും. അപ്പൊ ഈ ഡിഗ്രി ഇവിടെ ഫോം ചെയ്തുകൊണ്ട് ഇവിടെ ആർ കോസ് തീറ്റയും ഇവിടെ ആർ സൈൻ തീറ്റയും വരും. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് എന്താണ് മ്യൂവിന്റെ വാല്യൂ കൂടി വേണം. 0.25 ആർ സൈൻ 30യും ഇവിടെ 0.25 ആർ കോസ് 30 ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ വെർട്ടിക്കലായിട്ട് വരുന്നത് സൈൻ 30 ആയിരിക്കും. ഇവിടെ വെർട്ടിക്കൽ വരുന്നത് ഇങ്ങോട്ട് വരുന്നത് ഇതാണ്. അപ്പൊ ഇതാണ് വെർട്ടിക്കൽ വരുന്നത്. അപ്പൊ 0.23 ആർ സൈൻ തീറ്റയും ഇപ്പുറത്തും സെയിം കേസ് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് എന്ത് വരും 0.3 ആർ സൈൻ തീറ്റ. ഇതും വെർട്ടിക്കൽ താഴോട്ടാണ്, ഇത് രണ്ടും താഴോട്ടാണ് വരുന്നത്, ഇത് രണ്ടും നെഗറ്റീവ് വരും. പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന വെയിറ്റ് 1000 ന്യൂട്ടൺ ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ ക്ലിയർ ആണോ? ഇനി ആ -1000 ഈക്വലിന് പുറത്തേക്ക് ഇടാം. അപ്പൊ ബാക്കിയുള്ള ടേം കിട്ടും. ഇപ്പൊ ഇതിൽ 2 ആർ കോസ് 30 ഉണ്ട്. അതുപോലെ 0.25 ആർ സൈൻ 30 ഉണ്ട്, -0.25 ആർ സൈൻ 30 ഉണ്ട്. ഇതൊന്ന് സോൾവ് ചെയ്യുക. സൈൻ 30യുടെ വാല്യൂ കോസ് 30യുടെ വാല്യൂ ഇട്ട് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ആറിന്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. അപ്പൊ ആറിന്റെ വാല്യൂ ഇവിടെ കിട്ടിയത് 1000 / 1.48 നമുക്ക് കിട്ടുന്നത് 674.64 ന്യൂട്ടൺ ആണ്. ഇതാണ് നമ്മുടെ ആറിന്റെ വാല്യൂ. ഇത് ക്ലിയർ ആണോ? ആറിന്റെ വാല്യൂ കിട്ടിയത്. അതായത് ഇവിടെ ഒരു ഇൻക്ലീഡ് ആംഗിളും ഈ ഒരു ഇൻക്ലീഡ് ആംഗിളും വരും. പിന്നെ നമുക്ക് ഈ ടച്ച് ചെയ്യുന്ന ഈ കോർണറിലുള്ള മ്യൂ വെച്ചിട്ടുള്ള ഈ ആംഗിളും എടുക്കുക, ഇപ്പുറത്തെ സൈഡ് എടുക്കുക. ഇതെല്ലാം കൂടി ഹൊറിസോണ്ടൽ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യും, വെർട്ടിക്കൽ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആറിന്റെ വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് ആറിന്റെ വാല്യൂ കിട്ടിയത് കൊണ്ട് നമുക്കൊന്ന് വേണ്ട, എച്ചിന്റെ വാല്യൂ ഇവിടെ അൺനോൺ ആണ്. അൺനോൺ വാല്യൂസ് ഒന്നും ഇല്ല എച്ചിന്. അതുകൊണ്ട് നമുക്ക് എച്ചിന്റെ വാല്യൂ നമുക്ക് കാണണ്ട. എച്ച് ഇവിടെ ഓരോ അൺനോൺ വാല്യൂ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അൺനോൺ വാല്യൂ കാണണ്ടെന്ന് പറഞ്ഞു. ബാക്കി നമുക്ക് ഇവിടെ 6 കിട്ടുകയും ചെയ്തു. അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇനി വെഡ്ജിന്റെ കേസ് എടുക്കാം. ഒരു വെഡ്ജിന്റെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം തന്നെ അടുത്ത വെഡ്ജിന്. അപ്പൊ ഒരു വെഡ്ജിന്റെ കേസ് എടുക്കുമ്പോൾ ഈ വെഡ്ജിൽ ടച്ച് ചെയ്യുന്ന ഈ ഒരു ആംഗിളും അതിന്റെ കേസ് മാത്രം മതി. അപ്പൊ നമുക്ക് നോക്കിയേ, ഇവിടെ ഫോഴ്സ് വരുന്നത് R1 ആയിട്ട് എടുത്തു. പിന്നെ ഇതിലേക്ക് വരുന്നത് ഇവിടെ നമുക്ക് രണ്ട് കേസ് കൺസിഡർ ചെയ്യണം. ഒന്ന് R1ന്റെ, അതായത് ഇവിടത്തെ ഒരു കേസ് നമ്മൾ പറഞ്ഞില്ലേ ഈ ആംഗിൾ എടുക്കുമ്പോൾ, ഒന്ന് ആർ കോസ്, ഈ ഒരു ആംഗിൾ ഇത് നമ്മൾ നേരത്തെ അവിടെ എടുത്ത സെയിം ആംഗിൾ തന്നെയാണ് ഇവിടെ വരിക. ആർ കോസ് 30യും ആർ സൈൻ 30 ഡിഗ്രി വെച്ചുകൊണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആംഗിളാണ് നമ്മൾ ഇവിടെ വരച്ചേക്കുന്നത്. ഇവിടെ നമുക്ക്
മ്യൂവിന്റെ വാല്യൂ കൊടുത്തിട്ട് 0.25 കൊടുത്തുകൊണ്ട് ആർ സൈൻ തീറ്റയും ആർ കോസ് തീറ്റയും. അപ്പൊ ഇവിടെ വെർട്ടിക്കലി ആർ കോസ് തീറ്റ, ഇവിടെ വെർട്ടിക്കലി ആർ കോസ് തീറ്റ. ഇത് വെച്ചുകൊണ്ട് സിഗ്മ വി സീക്വൽ 0 എടുക്കാം. സിഗ്മ വി സീക്വൽ 0 എടുക്കുമ്പോൾ വെർട്ടിക്കലായിട്ട് വരുന്നത് ഒന്ന് R1 ഉണ്ട്, പിന്നെ ഇവിടുത്തെ ആർ കോസ് 30 വരും, പിന്നെ ഇവിടെ വരുന്നത് 0.25 സൈൻ 30 വരും. ഇതൊക്കെ മുകളിലേക്കുള്ള സിമ്പലാണ്. ഇത് താഴേക്കാണ്. ആർ കോസ് തീറ്റ ഇവിടേക്ക് വരുന്നത് താഴേക്കാണ്. ഇത് താഴേക്കായതുകൊണ്ട് ഇത് നെഗറ്റീവ് വരും. പിന്നെ R1 പോസിറ്റീവ് ആണ്. അപ്പോൾ സിഗ്മ വി സീക്വൽ 0 എടുക്കുമ്പോൾ R1 പോസിറ്റീവ് വരും, ആർ കോസ് തീറ്റ നെഗറ്റീവ് വരും, 0.25 ആർ സൈൻ തീറ്റ പോസിറ്റീവ് വരും, സീക്വൽ 0. ഇനി ഇതില് നമുക്ക് കണ്ടെത്തിയത് ഇതിന്റെ വാല്യൂ ആറിന്റെ വാല്യൂ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ R1ന്റെ വാല്യൂ ഈ കോസ് തീറ്റയുടെയും സൈൻ തീറ്റയുടെയും ആറിന്റെ വാല്യൂ കൂടി ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത R1ന്റെ വാല്യൂ കിട്ടും. ക്ലിയർ ആണോ അത്? ഇനി സിഗ്മ എച്ച് സീക്വൽ 0. സിഗ്മ എച്ച് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു പി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പി വരുന്നുണ്ട്. ഈ സൈഡിൽ വരുന്ന ഫോഴ്സ് പി ആണ്. അത് റൈറ്റ് സൈഡിലേക്ക് പോകുന്നുണ്ട്, അത് പോസിറ്റീവ് വരും. പിന്നെ ഇതിന്റെ എല്ലാം വാല്യൂ എടുക്കുക. നേരത്തെ എടുത്ത പോലെ തന്നെ 0.25 ആർ എടുക്കുക. ഇവിടുത്തെ ഈ ആംഗിൾ എടുക്കുമ്പോൾ 0.25 ആർ, ഈ ആംഗിൾ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അത് നെഗറ്റീവ് കിട്ടും. പിന്നെ ഹൊറിസോണ്ടൽ വരുന്ന വാല്യൂസ് ഒന്ന് 0.r കോസ് 30. ഇതും ആംഗിള് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അത് ഇതുകൊണ്ട് ഇതും നെഗറ്റീവ് വരും. പിന്നെ ഇവിടത്തെ ഈ ആംഗിൾ ഇതും നെഗറ്റീവ് വരും. ആർ സൈൻ 30 വരുന്നത് ഇങ്ങോട്ടാണ്, അതുകൊണ്ട് ഇത് നെഗറ്റീവ് വരും. അപ്പൊ എല്ലാ വാല്യൂസും ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഈക്വൽ ടു 0. അപ്പൊ ഇനി പീനെ ഇവിടെ നിർത്തിയിട്ട് നെഗറ്റീവ് വാല്യൂസിനൊക്കെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. എന്നിട്ട് R1ന്റെ വാല്യൂ നമുക്ക് അറിയാം, ആറിന്റെ വാല്യൂ അറിയാം, കോസ് തീറ്റയുടെയും സൈൻ തീറ്റയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിയുടെ വാല്യൂ കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ കേസും ഇതേ ഉള്ളൂ. ഒന്ന് ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് ആക്കാം. സിഗ്മ വി സീക്വൽ 0, സിഗ്മ എച്ച് സീക്വൽ 0. എവിടൊക്കെ റിയാക്ഷൻ വരുന്നുണ്ടോ അതും, എവിടൊക്കെ മ്യൂവിന്റെ ഫോഴ്സ് വരുന്നുണ്ടോ അതിന്റെയും ഇൻക്ലിനേഷൻ ആംഗിൾ എടുക്കുക. വെർട്ടിക്കൽ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുക, ഹൊറിസോണ്ടൽ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുക. അതിൽ നമുക്ക് R1ന്റെയും R2ന്റെയും ഒക്കെ വാല്യൂ കിട്ടും. അത് വെച്ചുകൊണ്ട് ലാസ്റ്റ് ഇക്വേഷൻ കൊടുക്കുമ്പോൾ പിയുടെ വാല്യൂ കിട്ടും. അപ്പൊ ഇങ്ങനെ ഏതൊരു ഫിഗർ വന്നാലും ഇതുപോലെ ചെയ്യാൻ പറ്റണം. ക്ലിയർ ആണോ അത്? ക്ലിയർ ആണ്. രണ്ട് പ്രോബ്ലം ചെയ്തുകൊണ്ട് അത് ക്ലിയർ ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് ലാഡറിന്റെ പ്രശ്നം കാണാം. ഇനി ലാഡർ ഫിക്ഷൻ. ലാഡർ എന്ന് പറയുമ്പോൾ ഫിഗർ നോക്കിയേ. ഫിഗർ ഒരു ലാഡർ, ഒരു ബീമും അതല്ലേ, ഇതൊരു ഫ്ലോർ ഉണ്ട്, ഇതൊരു വാളാണ്. അപ്പൊ ഈ വാളിലേക്ക് ഒരു ലാഡർ ഇങ്ങനെ ചെരിച്ചു വെച്ചേക്കണം, ഇല്ലേ? അപ്പൊ ഈ ലാഡറിന്റെ നീളം 5 മീറ്റർ എന്നും ഈ ഫ്ലോറിന്റെ ഈ ലെങ്ത് 2 മീറ്റർ തന്നിട്ടുണ്ട്. എയും ബിയും ടച്ച് ചെയ്യുന്ന പോയിന്റ്. ഇതാണ് നമ്മുടെ ഫിഗർ. ഇതിൽ എന്തൊക്കെ തന്ന ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നു നോക്കാം. ഒരു യൂണിഫോം ലാഡർ ആണ്, 5 മീറ്റർ ആണ് അതിന്റെ ലോങ്, വെയിങ് 250 ന്യൂട്ടൺ ഈസ് പ്ലേസ്. അതായത് വെയിറ്റ് 250 ന്യൂട്ടനോടേക്ക് പ്ലേസ് ആവുന്നുണ്ട്. ഒരു സ്മൂത്ത് വെർട്ടിക്കൽ വാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ലോവർ ആൻഡ് ലോവർ, അതായത് ഫ്ലോർ വരുന്നത് വാളിന്റെ ഫ്ലോർ വരുന്ന 2 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ലാഡറിനും ഫ്ലോറും തമ്മിലുള്ള കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.25 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞെങ്കിൽ ലാഡർ റിമൈൻസ് ഇൻ ഇക്വിലിബ്രിയം ഇൻ ദ പൊസിഷൻ. ലാഡറിന്റെ ഇക്വിലിബ്രിയം പൊസിഷനാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യനിൽ ഒരു ലാഡർ തന്നിട്ടുണ്ട്, ലാഡറിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, പിന്നെ അതിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, അതിലേക്ക് അഫക്ട് ചെയ്യുന്ന വെയിറ്റ് തന്നിട്ടുണ്ട്, പിന്നെ അതിന്റെ ഫ്ലോറും വാളും തമ്മിലുള്ള ദൂരം തന്നിട്ടുണ്ട്, പിന്നെ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറയുന്നത് ഇക്വിലിബ്രിയം ഇൻ ദിസ് പൊസിഷൻ, അതായത് ലാഡറിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എടുത്തു, അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം എടുത്ത് വരച്ചു. ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുമ്പോൾ നോക്കിയേ, ഇത് 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ടച്ച് ചെയ്യുന്ന റിയാക്ഷൻ വരുന്ന രണ്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് എയിലും ഒന്ന് ബിയിലേക്കാണ് റിയാക്ഷൻ വരുന്നത്. ഇത് ഫ്ലോറിനായിട്ടുള്ള റിയാക്ഷൻ, ഇത് വാളിനായിട്ടുള്ള റിയാക്ഷൻ. അപ്പൊ നമുക്ക് RFഉം RW കൊടുക്കാം റിയാക്ഷൻ. മ്യൂവിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.25 ആണെന്ന് തന്നിട്ടുണ്ട്. എത്ര നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കി, ഇപ്പൊ നമുക്ക് ഈ രണ്ട് സൈഡ് വാല്യൂ, ഇതിപ്പോ ഒരു ട്രയാങ്കിൾ ഷേപ്പ് അല്ലേ കിടക്കുന്നത്. ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് വാല്യൂ തന്നിട്ടുണ്ട്. 5 കിട്ടിയിട്ടുണ്ട്, 2 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സൈഡ് കണ്ടെത്തിക്കൂടെ? പൈതഗോറസ് തിയറം അനുസരിച്ച്
ഇപ്പൊ എ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഇവിടെ തുടങ്ങി ഇവിടെ വരെ എ ബിയുടെ വാല്യൂ, അതുപോലെ എ സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ബി സിയുടെ വാല്യൂ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഈ പൈതഗോറസ് തിയറത്തിൽ അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ഈ വലിയ സ്ക്വയറിനെ ഈക്വൽ എടുത്തിട്ട് അപ്പുറത്തോട്ട് ചെറിയ രണ്ട് സ്ക്വയർ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈതഗോറസ് തിയറം ആയി. അതായത് എ ബി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഈ ട്രയാങ്കിളുടെ പൈതഗോറസ് തിയറം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഈ എ ബിയുടെ വാല്യൂ എത്രയാണ്? എ ബിയുടെ വാല്യൂ 5 ആണ്, അതുപോലെ എ സിയുടെ വാല്യൂ 2 ആണ്. നമുക്ക് ബി സിയുടെ വാല്യൂ അറിയില്ല. അപ്പൊ നമുക്ക് അറിയാത്ത വാല്യൂവിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമിന് ഇക്വലിന് അപ്പുറത്തേക്കുണ്ടോ. അപ്പൊ ഈ എ സിയുടെ വാല്യൂ നമുക്കറിയാം, ബി സിനെയാണ് അറിയാത്തത്. അപ്പൊ ഇവിടെ നിർത്താം, എ സിനെ പ്ലസ് എ സി ഇക്വലിന് ഇപ്പുറത്തോട്ട് പോകും മൈനസ് ആവും. അപ്പൊ ബി സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ നോക്കി. ശേഷം ഒന്നും കൂടി ചേഞ്ച് ചെയ്തു. നമുക്ക് കിട്ടാത്ത വാല്യൂവിനോട് നിർത്തിയിട്ട് കിട്ടിയ വാല്യൂവിനൊക്കെ ഒരുമിച്ചായി. അപ്പൊ ബി സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ എന്നായി. ഇനി സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട്, ഇതിന്റെ സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് റൂട്ട് കൊടുക്കും. അപ്പൊ ബി സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ കിട്ടും. എ ബിയുടെ വാല്യൂ 5, എ സിയുടെ വാല്യൂ 2. അപ്പൊ 5ന്റെ സ്ക്വയർ 25, 2ന്റെ സ്ക്വയർ 4. 5ൽ നിന്നും 25, 5ന്റെ സ്ക്വയർ 25, 2ന്റെ സ്ക്വയർ 4 വരും. ഈ 25ൽ നിന്നും 4 കുറയ്ക്കുമ്പോൾ നമുക്ക് റൂട്ട് 21 കിട്ടും. അത് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 4.958 കിട്ടും. അതാണ് ഈ സൈഡിലെ വാല്യൂ. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കുമ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞു ഒരു വെയിറ്റ്, ഇതാണ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇതിലേക്ക് വെയിറ്റ് അപ്ലൈ ചെയ്യുന്നത് 250 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു. അത് അതിന്റെ സെന്ററിലാണ്, പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ സെന്ററിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ 5 സെന്റിമീറ്റർ മൊത്തം ഉള്ളതിന് നമുക്ക് ഈ സൈഡ് 2.5ഉം ഈ സൈഡ് 2.5 ആയിരിക്കും. അതുപോലെ ഈ ലെങ്ത് 2 എന്നുള്ളത് എന്തായി, ഈ സൈഡിൽ 1 ആയി, ഈ സൈഡിൽ 1 ആയി. ഇനി ഇവിടെ വരുന്ന എഫക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആർ എഫും, ഇവിടെ വരുന്ന എഫക്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ആർ ഡബ്ല്യു കിട്ടി. ഈ സൈഡ് വാല്യൂ 4.58 കിട്ടിയ ടേമുകളൊക്കെ നമ്മൾ എടുത്ത് വരച്ചു വെച്ചു. ഇത് ക്ലിയർ ആണോ? ഇനി ഇതിൽ നമുക്ക് സിഗ്മ എച്ചിന്റെ വാല്യൂ, സിഗ്മ ബിയുടെ വാല്യൂ, സിഗ്മ എമ്മിന്റെ വാല്യൂ കണ്ടെത്തണം. അപ്പൊ നമുക്ക് ഇവിടെയാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ ഇതിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ചില ഒരു ഫോഴ്സ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഫോഴ്സും, അതുപോലെ ഇവിടെ ആർ എഫും, ഇവിടെ നമുക്ക് ആർ ഡബ്ല്യു ഉണ്ട്. ഈ രണ്ട് വാല്യൂ കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വാല്യൂസുകൾ ഏതൊക്കെയാണ്? ഈ എഫ് ഹൊറിസോണ്ടൽ ആണ്, അതുപോലെ ഈ ആർ ഡബ്ല്യു ഹൊറിസോണ്ടൽ ആണ്, അല്ലെ? എഫ് ആക്ട് ചെയ്യുന്നത് റൈറ്റിലോട്ടാണ്, ഈ വാല്യൂ ആർ ഡബ്ല്യു ആക്ട് ചെയ്യുന്നത് ലെഫ്റ്റിലോട്ടാണ്. അപ്പൊ ഇത് നെഗറ്റീവും വരും, ഇത് പോസിറ്റീവും വരും. അപ്പൊ ഇക്വേഷൻ നോക്കിയാൽ എഫ് മൈനസ് ആർ ഡബ്ല്യു ഈക്വൽ 0. അതായത് സിഗ്മ ഡബ്ല്യു, സിഗ്മ എച്ചിന്റെ വാല്യൂ ആണ് ഇപ്പൊ നമ്മൾ എഴുതിയത്. എച്ച് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ വാല്യൂസുകൾ മാത്രം. അപ്പൊ ഈ ഫസ്റ്റത്തെ എയുടെ പോയിന്റിൽ ഒരു ഫോഴ്സ് വരുന്നുണ്ട്, അവിടെ ഫോഴ്സ് ആണ് എഫ്. ബിയിൽ ഫോഴ്സ് ഒന്നും വരുന്നില്ല, അവിടെ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ, അത് ആർ ഡബ്ല്യു ആണ്. അത് ലെഫ്റ്റിലോട്ടാണ് ഈ റിയാക്ഷൻ വരുന്നത്, അതുകൊണ്ട് ഇത് നെഗറ്റീവ് സിമ്പിൾ വരും. ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് റൈറ്റിലേക്കാണ്, അതുകൊണ്ട് ഫോഴ്സ് പോസിറ്റീവ്. അപ്പൊ എഫ് മൈനസ് ആർ ഡബ്ല്യു ഈക്വൽ 0. ഈ മൈനസ് ആർ ഡബ്ല്യുവിനെ ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ എഫിന്റെ വാല്യൂ പോസിറ്റീവ് ആർ ഡബ്ല്യു കിട്ടും. ക്ലിയർ ആണത്? ഹലോ ഹലോ, ക്ലിയർ ആണോ? അതായത് ഈ ഫിഗറിൽ നമുക്ക് വരുന്ന റിയാക്ഷൻ വരുന്നത് ഇവിടെയാണ്. ഈ ഫിഗറിൽ എഫിലേക്കാണ് ഇതിലേക്കാണ് നമുക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഫോഴ്സ് എഫ് ഇങ്ങോട്ട് വരും. അതുപോലെ ഈ വെർട്ടിക്കലായിട്ട് ആകെ വരുന്ന വാല്യൂസ് ഇതും, പിന്നെ ഈ ബിയിൽ വരുന്ന ഈ ആർ ഡബ്ല്യു ആണ് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന വാല്യൂസ്. അത് ഈ എഫിന്റെ വാല്യൂ ഇത് മാത്രമേ ഹൊറിസോണ്ടൽ വരുന്നുള്ളൂ. എഫ് ആക്ട് ചെയ്യുന്നത് റൈറ്റിലോട്ടാണ്, അതുകൊണ്ട് അത് പോസിറ്റീവായി. ഈ ആർ ഡബ്ല്യു ആക്ട് ചെയ്യുന്നത് ലെഫ്റ്റിലോട്ടാണ്, അത് നെഗറ്റീവായി. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂ കൂടി ഈക്വൽ 0 എന്ന് കൊടുക്കാം. അപ്പൊ എഫ് മൈനസ് ആർ ഡബ്ല്യു ഈക്വൽ 0 കിട്ടും. ഈ മൈനസ് ആർ ഡബ്ല്യുവിന് ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് ആർ ഡബ്ല്യു എന്ന് കിട്ടും. അപ്പൊ എഫ് ഈക്വൽ ടു ആർ ഡബ്ല്യു എന്ന് കിട്ടി. ഒരു ടേം നമുക്ക് കൂടെ കിട്ടി, എഫിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? ഇനി വെർട്ടിക്കലുള്ള വാല്യൂസുകൾ എടുക്കാം. വെർട്ടിക്കൽ വന്നത് ഈ ഒരു ആർ എഫ് വരുന്നുണ്ട്, പിന്നെ ഇവിടെ വരുന്ന ഈ 250 ന്യൂട്ടൺ വരുന്നത്. രണ്ടും ഇതും മാത്രമേ ഉള്ളൂ വെർട്ടിക്കലായിട്ട്.
ഇത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് RF പോസിറ്റീവ് വരും. ഇത് താഴേക്ക് ആക്ട് ചെയ്യുന്നത് കൊണ്ട് 250 ന്യൂട്ടൺ നെഗറ്റീവ് വരും. അത് സീക്വൽ 0. അഥവാ RF മൈനസ് 250 സീക്വൽ 0. RF ഇവിടെ നിർത്തി കഴിഞ്ഞാൽ മൈനസ് 250 ഇപ്പൊ തുടരുമ്പോൾ പ്ലസ് 250 കിട്ടും. അപ്പൊ RFന്റെ വാല്യൂ കിട്ടി, Fന്റെ വാല്യൂ കിട്ടി. ഇത് രണ്ടും കിട്ടി. ഇത് രണ്ടും ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആക്ച്വൽ ഫോഴ്സ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫോഴ്സ് ആണ്. ഒരു മാക്സിമം വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആക്ച്വൽ ഫോഴ്സിനേക്കാളും വലിയൊരു ഫോഴ്സ് വന്നാൽ മാത്രമേ ആ ലിമിറ്റിംഗ് ഫോഴ്സ് ആവുള്ളൂ. ആക്ച്വൽ വാല്യൂ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഫിഗറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 15 ന്യൂട്ടൺ വാല്യൂ അവിടെ ഓൾറെഡി ഉണ്ട്. അതിനേക്കാൾ മുകളിൽ വന്നാൽ മാത്രമേ ഇതിനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ലിമിറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ 15നേക്കാൾ മുകളിൽ ഒരു വാല്യൂ വന്നാൽ മാത്രമേ അതെന്താവുള്ളൂ, മൂവ് ചെയ്യുള്ളൂ. അപ്പൊ 51 വന്നാൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അതാണ് നമ്മുടെ ലിമിറ്റിംഗ് ഫോഴ്സ്. ഇവിടെ ഉണ്ടായിരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞായിരുന്നു. അതൊരു കണ്ടീഷൻ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു. എങ്കിൽ മാത്രമേ ആ ഒബ്ജക്റ്റ് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഒരു ലിമിറ്റിംഗ് ഫോഴ്സിൽ ഇരിക്കുന്ന വസ്തുവിന് ആ ഉണ്ടായിരുന്ന ഫോഴ്സിന്റെ മാക്സിമം വാല്യൂ നമ്മൊരു ആക്ച്വൽ ഫോഴ്സിലേക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് അതിന് മൂവ് ചെയ്യിക്കുമ്പോൾ ആ മൂവ് ചെയ്യിക്കാൻ വേണ്ടി വരുന്ന എത്ര ഫോഴ്സ് ആണോ അതാണ് നമ്മുടെ ലിമിറ്റിംഗ് ഫോഴ്സ്. അവിടെ ഉണ്ടായിരുന്നത് എത്രയാണോ അതാണ് നമ്മുടെ ആക്ച്വൽ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആക്ച്വൽ ഫോഴ്സ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫോഴ്സ് ആവണം നമ്മുടെ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ റെസ്റ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഒരു റെസ്റ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഫോഴ്സിനേക്കാളും വലിയൊരു ലിമിറ്റിംഗ് ഫോഴ്സ് വന്നാൽ മാത്രമേ റെസ്റ്റ് കണ്ടീഷൻ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. റെസ്റ്റ് കണ്ടീഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം നമുക്ക്. നമ്മുടെ ആക്ച്വൽ ഫോഴ്സും ലിമിറ്റിംഗ് ഫോഴ്സും ആയിരിക്കണം ആക്ച്വൽ ഫോഴ്സിനേക്കാൾ വലുതെന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ലിമിറ്റിംഗ് ഫോഴ്സ് എന്താണെന്ന് അറിയില്ല, ആക്ച്വൽ ഫോഴ്സ് എന്താണെന്ന് അറിയില്ല. അപ്പൊ ലിമിറ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാല് മ്യൂ ഇൻറ്റു RN ആണ് ലിമിറ്റിംഗ് ഫോഴ്സ്. ഇവിടുത്തെ RN എന്ന് പറയുന്നത് നമ്മുടെ RF ആണ്. അതായത് ഈ RF ആണ് നമ്മുടെ RN എന്ന് പറയുന്നത്. മ്യൂവിന്റെ വാല്യൂ ഇവിടെ നമ്മൾ നേരത്തെ തന്നിട്ടുണ്ട്. അപ്പൊ മ്യൂവിന്റെ വാല്യൂ ഇൻറ്റു RF ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റിംഗ് ഫോഴ്സ് കിട്ടും. അപ്പൊ ലിമിറ്റിംഗ് ഫോഴ്സ് കിട്ടാൻ വേണ്ടി നമുക്ക് RF കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മ്യൂവിന്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. ആ മ്യൂവിന്റെ വാല്യൂ RF കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.25 കിട്ടുന്നത്. മ്യൂവിന്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത് 0.25. അത് ഈക്വൽ ആയിരിക്കും നമുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മ്യൂ ഇൻറ്റു F ഇൻറ്റു RF ഈക്വൽ 0.5 ആയിരിക്കും. അപ്പൊ ലിമിറ്റിംഗ് ഫോഴ്സ് കാണുന്നുണ്ടെങ്കിൽ മ്യൂഎഫിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി 0.25 എന്നുള്ളത്. RFന്റെ വാല്യൂ 250 ആണ് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റിംഗ് ഫോഴ്സ് എന്നത് കിട്ടി 62.5 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇത് ക്ലിയർ ആണോ? അപ്പൊ നമുക്കറിയാം ഒരു ലിമിറ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം വരുന്ന വാല്യൂവിനെയാണ് ലിമിറ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ആക്ച്വൽ ഫോഴ്സ് അവിടെ ഉണ്ടായിരിക്കും. ഈ ആക്ച്വൽ ഫോഴ്സിനേക്കാൾ വലിയൊരു ഫോഴ്സ് ആവുമ്പോഴാണ് നമുക്ക് റെസ്റ്റ് കണ്ടീഷൻ ആണ് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഇരിക്കുന്ന ലാഡർ ലിമിറ്റിംഗ് കണ്ടീഷൻ അതായത് റെസ്റ്റിൽ ഇരിക്കുകയാണെന്നാണ് നമ്മളോട് മൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ലിമിറ്റിംഗ് ഫോഴ്സ് നമുക്ക് കണ്ടെത്തണം. ലിമിറ്റിംഗ് ഫോഴ്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ മ്യൂ ഇൻറ്റു RN ആണ്. മ്യൂവിന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടുത്തെ RN പകരം നമ്മൾ RF ആണ് യൂസ് ചെയ്യുന്നത്. താഴോട്ട് വരുന്ന ആക്ഷൻ ഇവിടെ RF ആണ്. RFന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. RFന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, മ്യൂവിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ലിമിറ്റിംഗ് ഫോഴ്സ് കിട്ടി. ഇത് ക്ലിയർ അല്ലേ? ഇനി മൊമെന്റം സിഗ്മ M = 0 എന്നാണ് കണ്ടെത്തണം. മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, RF ആണ്. ഈ ഫിഗറിൽ ഫോഴ്സ് വരുന്നത് ഇവിടെയാണ് ഫോഴ്സ് വരുന്നത്. അപ്പൊ RF വരും. പിന്നെ 2 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ വരുന്ന ഡിസ്റ്റൻസ്. അതാണ് ഈ ഒരു പോയിന്റ് ആദ്യം കാണിച്ചു കഴിയുമ്പോൾ RF ഇൻറ്റു ഡിസ്റ്റൻസ്, അതായത് ഇവിടെ വരുന്ന വെയിറ്റ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പൊ ഈ പോയിന്റിൽ വരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ RF ഇൻറ്റു ഡിസ്റ്റൻസ്, അതായത് RF ഇൻറ്റു 2. അതാണ് നമുക്ക് ആദ്യത്തെ ടേം ഇവിടെ കിട്ടിയത്, ഇത് RF ഇൻറ്റു 2. ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ആണോ? ഇനി അടുത്ത ടേം ഇതിന് ഈ ഫോഴ്സിന്റെ കൂടെ വരുന്നത്, ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡിസ്റ്റൻസ് വരുന്നത് ഇത്, ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡിസ്റ്റൻസ് വരുന്നത് ഇത് 4.58. ഫോഴ്സ് നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ്, ഇത് അപ്വേർഡ് ആണ്, ഇത് റൈറ്റ് സൈഡ് ആണ്.
അപ്പൊ ഇതും പോസിറ്റീവ് വരും. ഫോഴ്സ് ഇൻറ്റു 4.58 വരും. ഇത് കിട്ടി. ഇതിന്റെ ഫ്രിക്ഷൻ വരുമ്പോ ഫോഴ്സ് ഓപ്പോസിറ്റ് വരുമ്പോൾ ഷിയർ ഫോഴ്സ് വരുന്നത് ഇപ്പുറത്തെ സൈഡിലേക്കായിരിക്കും. അപ്പൊ സൈൻ സിമ്പിൾ മാറുന്നത് വെച്ചാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടായിരിക്കും നമുക്ക് എന്താ വരുന്നത്, ഓപ്പോസിറ്റ് ആയിരിക്കും. ഷിയർ ഫോഴ്സ് വരുന്നതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് സിമ്പിൾ വരും. അപ്പൊ ഇത് എഫ് ഇൻറ്റു 4.58 എന്നുള്ളത് നെഗറ്റീവ് വരും. അങ്ങനെയാണ് ഇത് നെഗറ്റീവ് വന്നത്. ഈ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കാം. ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്യുന്ന വെയിറ്റ്. ഇവിടെ ഈ അപ്ലൈ ചെയ്യുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ 250 ആയിരിക്കും. ഇതിൽ വരുന്ന ഈ ഒറ്റ പോയിന്റ്, ഈ ഒരു പോയിന്റ് മാത്രം എടുക്കുമ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് 1 ആണ്. അപ്പൊ 1 ഇൻറ്റു 250 ന്യൂട്ടൺ വരും. ഇത് ഒരെണ്ണത്തിന്റെ കേസ് മാത്രം എടുത്താൽ മതി. അപ്പൊ നമുക്ക് 250 ഇൻറ്റു 1 വരും. ഇങ്ങനെ അടുത്ത ടേം വന്നേ 250 ഇൻറ്റു 1 ഈക്വൽ ടു 0. ഇനി ആർ എഫിന്റെ വാല്യൂ നമുക്കറിയാം, എഫിന്റെ വാല്യൂ നമുക്കറിയില്ല. എഫിന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടെത്തുന്നത്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വലിന് അപ്പുറത്തോട്ട് ഉണ്ടാവുക. എന്നിട്ട് ഈ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എഫിന്റെ വാല്യൂ കിട്ടും. എഫിന്റെ വാല്യൂ 54.59 കിട്ടി. അപ്പൊ ഇതിൽ എഫ് ആണോ ഈ എൽ എഫ് ആണോ, അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണോ ഫോഴ്സ് ആണോ വലുതെന്ന് നോക്കാം. ആക്ച്വലി ഫോഴ്സ് കിട്ടിയത് ഇതും, ലിമിറ്റിംഗ് ഫോഴ്സ് കിട്ടിയത് നമുക്കിവിടെ 62.5 ആണ് കിട്ടിയത്. അപ്പൊ വലുത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് വലുത് ആക്ച്വൽ ഫോഴ്സിനേക്കാൾ. അപ്പൊ നമുക്ക് കണ്ടീഷൻ എന്താ പറയാം, കണ്ടീഷൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്, ഈ ഫിഗറിൽ നമ്മൾ കാണാൻ പറഞ്ഞത് ഒരു ലാഡർ ഒരു വാളില് ഈ ഫ്ലോറിൽ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഇരിക്കുന്ന ഈ ലാഡർ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണോ അല്ലെങ്കിൽ അത് റെസ്റ്റിംഗ് കണ്ടീഷനിലാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം ഇതിന്റെ ഇവിടെ നമുക്ക് രണ്ട് സൈഡ് അറിയാം, മൂന്നാമത്തെ സൈഡ് നമ്മൾ കണ്ടെത്തി. ബിസിയുടെ വാല്യൂ നമ്മൾ കണ്ടെത്തി ആദ്യം. അപ്പൊ നമുക്ക് 4.58 എന്ന് കിട്ടി. പിന്നെ ഇതിൽ വരുന്ന റിയാക്ഷൻസുകൾ, ഒന്ന് ഇവിടെ ആർ എഫ് ഫ്ലോർ ആയിട്ടുള്ള റിയാക്ഷൻ ആർ എഫ്, അതുപോലെ ആർ വാളായിട്ടുള്ള റിയാക്ഷൻ ആർ ഡബ്ല്യു എടുത്ത് ഇതിലേക്ക് അഫക്ട് ചെയ്യുന്ന വെയിറ്റ് 250 ആണ് തന്ന്. ഇനി ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് 2.5 ഇവിടെ 2.5 ഇവിടെ 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഫിഗർ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് ഹൊറിസോണ്ടൽ വാല്യൂ വെർട്ടിക്കൽ വാല്യൂ ഈക്വൽ, അതുപോലെ മൊമെന്റം ഈക്വൽ 0 കാണാം. എന്നിട്ട് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കാണാം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞേക്കുന്നത് ന്യൂ ഇൻറ്റു ആർ എൻ ആണ്. ആർ എൻ ആയിട്ട് നമുക്ക് എടുത്തേക്കുന്നത് ആർ എഫ് ആണ്. ആർ എഫിന്റെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ആർ എഫിന്റെ വാല്യൂ ന്യൂവിന്റെ വാല്യൂ കൊണ്ടിട്ട് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കണ്ടെത്താം. അതിനുശേഷം മൊമെന്റം കാണാം. മൊമെന്റത്തിൽ എഫിന്റെ വാല്യൂ കിട്ടും, അതായത് ആക്ച്വൽ ഫോഴ്സിന്റെ വാല്യൂ മൊമെന്റം കാണുമ്പോൾ കിട്ടും. അതിൽ നിന്ന് ഈ രണ്ട് വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും വലുത്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വലുതാണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഇക്വിലിബ്രിയത്തിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഇക്വിലിബ്രിയത്തിലല്ലാന്ന് വരാം. ക്ലിയർ ആണ് ഈ ക്വസ്റ്റ്യൻ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞേക്കാം. ഒരു യൂണിഫോം ലാഡർ 6 meter long, weighing 300 Newton, resting against the wall which make is 30 degrees. A man weighting is 750 Newton clamps up the ladder. At what position along the ladder from the bottom end does the ladder shape? The C for the both the wall and floor with the ladder of 0.6. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു ലാഡർ വന്നിട്ടുണ്ട്, അതിന്റെ നീളം 6 സെന്റിമീറ്റർ വന്നിട്ടുണ്ട്. അതിൽ അഫക്ട് ചെയ്യുന്ന വെയിറ്റ് 300 Newton ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഇതിൽ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, ഒരു ആംഗിളിന്റെ ആംഗിൾ ഫോം ചെയ്യുന്നത് 30 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. ഒരു മേൻ അതിന്റെ ഈ ലാഡറും ഒരു മേൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ആളുടെ വെയിറ്റ്, അതിന്റെ ഒരു വെയിറ്റ് കൂടെ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് രണ്ട് കണ്ടീഷനായിട്ട് ഫിറ്റ് ആവും. അപ്പൊ 750 Newton ആണ് ആ ലാഡറിൽ വരുന്ന വെയിറ്റ്. അതിന്റെ പൊസിഷൻ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ബോട്ടം എൻഡ് വെച്ചിട്ടുള്ള ലാഡറിൽ നിന്നിട്ടുള്ള ലാഡർ സ്ലിപ്പ് ചെയ്യുന്ന പൊസിഷൻ, അതായത് ഈ പൊസിഷൻ നമ്മൾ കണ്ടെത്തണം. സിഗ്മയുടെ വാല്യൂ നമുക്ക് വന്നിട്ടുണ്ട്, മ്യൂവിന്റെ വാല്യൂ നമുക്ക് വന്നിട്ടുണ്ട് 0.2 വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ നോക്കിയിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻ നോക്കിയിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തെറ്റുണ്ടെങ്കിൽ പറയാം. അപ്പൊ ഇത് ഈ ഭാഗം ക്ലിയർ ആണല്ലോ. വെഡ്ജും ലാഡറും ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ വരാം. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെഡ്ജിന്റെ ലാഡറിന്റെയും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതും ബാക്കിയുള്ളത് അത് നോക്കാം കേട്ടോ. ഇത് മൊത്തം ക്ലിയർ എന്നല്ലേ പറഞ്ഞേ?
രണ്ട് ടോപ്പിക് പറഞ്ഞു, വെഡ്ജിന്റെയും ലാഡറിന്റെയും പ്രോബ്ലം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് ലീവ് ചെയ്തോ.